അഴിമതിയും ധൂർത്തും മുഖമുദ്രയാക്കിയ പിണറായി സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് കൂടി കൊള്ളയടിക്കുകയാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ജോയ് പറഞ്ഞു. രാജീവ് ഗാന്ധി പഞ്ചായത്തി രാജ് സമിതിയുടെ ആഭിമുഖ്യത്തിൽ മലപ്പുറം കളക്ടറേറ്റിന് മുമ്പിൽ നടന്ന ജനപ്രതിനിധികളുടെ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമിതിയുടെ നേതൃത്വത്തിൽ ഇതുപോലെ കളക്ടറേറ്റുകൾക്ക് മുമ്പിൽ ധർണ എന്ന് പറയുന്ന ഒരു ധർമ്മ സമരം സംഘടിപ്പിക്കുക. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിനുശേഷം സംസ്ഥാന തലത്തിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നമ്മൾ സംഘടിപ്പിക്കേണ്ടുന്ന സാഹചര്യമാണ്. ഈ ഘടകങ്ങളിൽ നമ്മൾ സമരം നടത്തേണ്ടുന്ന സാഹചര്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ അധികാര കസേരയുടെ ഉത്തരവാദിത്വങ്ങൾ വിട്ട് തെരുവിലേക്ക് സമരവുമായി കടന്നു വരേണ്ടുന്ന ഒരു ചരിത്രം കേരളത്തിന്റെ ഇന്നേവരെയുള്ള സമര ചരിത്രത്തിൽ ആദ്യമാണ്. കെടുകാര്യസ്ഥത മൂലം കടബാധ്യതയിലായ കേരള സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളെ കൂടി കടക്കണിയിൽപ്പെടുത്തി കീഴ്പ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. സാമ്പത്തിക വർഷം അവസാനിക്കാൻ 2 മാസം മാത്രം ഉള്ളപ്പോഴും ഡിസംബർ മാസത്തിൽ നൽകേണ്ട പദ്ധതി വിഹിതത്തിന്റെ 3ാം ഗഡു ഇതുവരെയും അനുവദിച്ചിട്ടില്ല. അത് അടിയന്തരമായി അനുവദിക്കണമെന്നും പദ്ധതി പ്രവർത്തനത്തെ ട്രഷറി നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പാവപ്പെട്ട ജനങ്ങൾക്ക് ക്ഷേമ പെൻഷനുകൾ സമയബന്ധിതമായി നൽകാതെയും ലൈഫ് ഭവന പദ്ധതിയുടെ ഗുണഭോക്താക്കളെ വഴിയാധാരമാക്കിയും വികസന ഫണ്ടുകൾ വെട്ടിക്കുറച്ചും അശാസ്ത്രീയമായ കെട്ടിട നികുതികൾ അടിച്ചേൽപ്പിച്ചും സർക്കാർ നടത്തുന്ന ജനദ്രോഹ നയങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുവാൻ ജനപ്രതിനിധികൾ മുന്നോട്ടിറങ്ങണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യോഗത്തിൽ ജില്ലാ ചെയർമാൻ KC കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. AK അബ്ദുറഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. KPCC ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല, VA കരീം, NA കരീം, DCC ഭാരവാഹികളായ K സുകുമാരൻ, PC വേലായുധൻകുട്ടി, ശശീന്ദ്രൻ മങ്കട, PC എന്നൂർ, രോഹിൽനാഥ്, സമിതിയുടെ ജില്ലാ കൺവീനർ KP പ്രേമലത, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് P ഷഹർബാൻ, പഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഉസ്മാൻ മുത്തടം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്,